20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ഇവിടെ ഒരു കാറിൻ്റെ വേഗത നൽകിയിട്ടുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മീറ്റർ പെർ സെക്കൻഡിൽ നൽകിയിരിക്കുന്ന വേഗതയെ കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റാം. അതിനായിട്ട് 18/5 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ 20നെ 18/5 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിൽ നൽകിയിരിക്കുന്ന അളവിനെ കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 20 ഗുണം 18/5 വരും. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 ഗുണം 18 72. അതായത് 72 കിലോമീറ്റർ പെർ മണിക്കൂറാണ് കാറിൻ്റെ വേഗത. അതായത് 1 മണിക്കൂറിൽ ഈ കാർ 72 കിലോമീറ്റർ സഞ്ചരിക്കും. നമുക്ക് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് 72ൻ്റെ പകുതിയാണ് 36. അപ്പോൾ 36 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 72 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി മതി. അതായത് 1 മണിക്കൂറിൻ്റെ പകുതി, അരമണിക്കൂർ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം മിനിറ്റിലാണ് അളവ് നൽകിയിരിക്കുന്നത്. അരമണിക്കൂർ എന്നാൽ 30 മിനിറ്റ്. അപ്പോൾ 30 മിനിറ്റ് സമയം കൊണ്ട് ഈ കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ, 30 മിനിറ്റ്. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്ക് 1.25 എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്ന് നോക്കണം. നമുക്ക് ഓപ്ഷൻസ് പരിശോധിച്ച് ഉത്തരത്തിലെത്താൻ നോക്കാം. നമുക്ക് ആദ്യത്തേത് 25/2 ആണ്. 25നെ 2 കൊണ്ട് ഹരിച്ചാൽ 25ൻ്റെ പകുതിയാണ് കിട്ടുക. 25ൻ്റെ പകുതി 12.5 ആണ്. അപ്പോൾ ഇത് ഉത്തരമല്ല. 125/10. 125നെ 10 കൊണ്ട് ഹരിക്കാനായിട്ട് 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മറ്റേ ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പോഴും 12.5 എന്ന് കിട്ടും. ഇത് 1.25 തുല്യമല്ല. അതുകൊണ്ട് ഇത് ഉത്തരമല്ല. അടുത്ത 5/2. 5/2 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 5ൻ്റെ പകുതി എഴുതാമെന്നോ. 5ൻ്റെ പകുതി 2.5 ആണ്. ഇതും ഉത്തരമല്ല. അപ്പോൾ പിന്നെ ഉത്തരമായി വരാവുന്ന ഓപ്ഷൻ ഡി 5/4 ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 5/4. ഇനി ഇത് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉത്തരം തീരുമാനിക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. 5നെ 4 കൊണ്ട് ഹരിച്ച് 5നെ 4 കൊണ്ട് ഹരിക്കുക. 5ൽ 4 ഒരു തവണയാണുള്ളത്. 1 4 4, ശിഷ്ടം 1 വരും. ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നു. ഇവിടെ 0. 10ൽ 4 2 തവണ, 2 4 8. കുറയ്ക്കുമ്പോൾ വീണ്ടും 2 വരും. 0 ചേർക്കുന്നു. 20ൽ 4 5 തവണ, 5 4 20. അപ്പോൾ 1.25 നമുക്ക് കിട്ടി. അപ്പോൾ ഉത്തരം 5/4 തന്നെയാണെന്ന് കൺഫേം ആയി. ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ഓപ്ഷൻസ് പരിശോധിച്ചാണ്. നേരെ ഈ സംഖ്യ 1.25നെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്തുള്ള അക്കങ്ങളുടെ എണ്ണം എടുക്കണം. ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളാണുള്ളത്. 2 അക്കങ്ങളുണ്ടെങ്കിൽ ഛേദം 100 ആയിട്ട് കൊടുക്കുക. അപ്പോൾ 125/100 എന്ന് വരും. ഇനി ഇത് നമ്മുടെ ഉത്തരങ്ങളിലില്ലിത്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, 100 എന്നുള്ളതും 125ഉം 25ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 25 ഉപയോഗിച്ച് ഹരിക്കുക. 125ൽ 25 5 തവണയും 100ൽ 4 തവണയുമാണുള്ളത്. അപ്പോൾ 4ൽ 5 എന്ന് കിട്ടും. ഈ രീതിയിലാണെങ്കിലും ശരി ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. നമുക്ക് ഓപ്ഷൻസ് പരിശോധിച്ച് കണ്ടെത്തുന്നതായിരിക്കും എളുപ്പം. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ലാഭവും നഷ്ടവും എല്ലാം വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വില ഇവിടെ നൽകിയിട്ടില്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം. വാങ്ങിയ വില നമുക്ക് എക്സ് എന്ന് എടുക്കാം. വാങ്ങിയ വില എക്സ് എന്നെടുക്കുക. എക്സ് രൂപയാണെന്ന് കരുതുക. അപ്പോൾ സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. അതായത് 2070 രൂപയ്ക്ക് സാധനം വിറ്റപ്പോൾ എക്സിനേക്കാൾ 10% കുറവാണ് ഈ 2070. എക്സാണ് വാങ്ങിയ വില. അപ്പോൾ അതിനേക്കാൾ 10% കുറവാണ് 2070. അതുകൊണ്ടാണ് 10% നഷ്ടമുണ്ടായത്.
അപ്പോൾ എക്സിനേക്കാൾ 10% കുറവാണ് 2070. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ എക്സിൻ്റെ 90%മാണ് 2070. അപ്പോൾ എക്സിൻ്റെ 90% എന്നുള്ളത് നമുക്കിങ്ങനെ എഴുതാം, എക്സ് ഗുണം 100ൽ 90 സമം 2070 എന്ന് വരും. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 100ൽ 90നെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ വലതുവശത്ത് ചെല്ലുമ്പോൾ 100ൽ 90ൻ്റെ വിൽക്രമം എഴുതണം. അപ്പോൾ എക്സ് സമം 2070 ഗുണം ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക, 90ൽ 100 എന്ന് വരും. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെ പൂജ്യം ക്യാൻസൽ ചെയ്തോ. 207നെ 9 കൊണ്ട് ഹരിക്കാം. 207നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 20ൽ 9 2 തവണ, 2 9 18, കുറയ്ക്കുമ്പോൾ 2 വരും. 27, 27ൽ 3 തവണ, 3 9 27. അപ്പോൾ 207നെ 9 കൊണ്ട് ഹരിച്ചാൽ 23 വരിക. അപ്പോൾ 23 ഗുണം 100 എന്ന് വരും. ഇത് 23 ഗുണം 100 2300 എന്ന് വരും. അതായത് സാധനത്തിൻ്റെ വാങ്ങിയ വില 2300 രൂപയാണ്. അപ്പോൾ ഇനി 5% ലാഭം കിട്ടണമെങ്കിൽ ഈ 2300ൻ്റെ കൂടെ അതിൻ്റെ 5% കൂടെ കൂട്ടണം. ഓർക്കുക, 2300ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10ൽ1 ഭാഗമാണ്. 10ൽ1 ഭാഗം കാണാൻ ഒരു പൂജ്യം കളഞ്ഞാൽ മതി. അതായത് 230 രൂപ. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ ഈ 230ൻ്റെ പകുതി എടുത്താൽ മതി. 230ൻ്റെ പകുതി 200ൻ്റെ പകുതി 100, 30ൻ്റെ പകുതി 15, 115 എന്ന് വരും. അപ്പോൾ 2300ൻ്റെ കൂടെ അതിൻ്റെ 5% കൂടെ കൂട്ടാൻ നമുക്ക്. അപ്പോൾ 2415 രൂപ എന്ന് വരും. അപ്പോൾ 2415 രൂപയ്ക്ക് വിറ്റാൽ 5% ലാഭം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 2415 രൂപ. 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം 196 ചതുരശ്ര മീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണണം. അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ വശം ഗുണം വശമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു വശം എ ആണെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ ആണ്. പരപ്പളവ് എ സ്ക്വയർ ആണ്. നമുക്കിവിടെ എ സ്ക്വയർ 196 എന്ന് എടുക്കാം. എ സ്ക്വയർ സമം 196. അപ്പോൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 196ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 196. 196ൻ്റെ സ്ക്വയർ റൂട്ട് 14 അപ്പോൾ 14 മീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളം. ശരി ഉത്തരം ഓപ്ഷൻ ബി, 14 മീറ്റർ. 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ 5, 7, 14 ഈ 3 സംഖ്യകൾ കൊണ്ടും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് 5, 7, 14 ഇവയുടെ ലസാഗു അഥവാ എൽസിയം കണ്ടാൽ മതി. അപ്പോൾ ഇവയുടെ ലസാഗു കാണാനായിട്ട് നമുക്ക് ഇവയുടെ പൊതു ഘടകങ്ങൾ നോക്കാം. 5, 7, 14. ഇത് പൂർണ്ണമായിട്ടും ഇതിനെ 3നെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ നമുക്ക് കിട്ടില്ല. ഇനി 7നെയും 14നെയും 7 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 7 ആദ്യത്തെ ഘടകമായിട്ട് എടുക്കാം. 5നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് 5 അതേപടി ഇറക്കി എഴുതുക. 7നെ 7 കൊണ്ട് ഹരിച്ചാൽ 1, 14നെ 7 കൊണ്ട് ഹരിച്ചാൽ 2. ഇനി പൊതു ഘടകമായിട്ട് 1 ഉള്ളൂ. അതുകൊണ്ട് ലസാഗു കാണാനായിട്ട് ഈ 4 സംഖ്യകളുടെ ഗുണനഫലം കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം. 5 ഗുണം 1 5 വീണ്ടും 5 ഗുണം 2 വരുമ്പോൾ 10. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഗുണനഫലം 10. 10 ഗുണം 7 70. അപ്പോൾ LCM 70. ഈ 4 സംഖ്യകളുടെ ഗുണനഫലം 70. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരവും 70. ശരി ഉത്തരം ഓപ്ഷൻ ബി, 70. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പോൾ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം. ഈ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഒരു സമാന്തര പ്രോഗ്രഷനിലായിരിക്കും. പൊതുവ്യത്യാസം 1 ആയിട്ടുള്ള ഒരു സമാന്തര പ്രോഗ്രഷനായിരിക്കും. അപ്പോൾ സമാന്തര പ്രോഗ്രഷൻ്റെ ഒരു പ്രത്യേകത, അതിലെ തുടർച്ചയായ പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദം ആ പദങ്ങളുടെ ശരാശരിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ മധ്യത്തിൽ വരുന്നത് ഈ 5 സംഖ്യകളുടെ ശരാശരിയാണ്. നമുക്കിവിടെ തുക 300 നൽകിയിട്ടുണ്ട്. 300നെ സംഖ്യകളുടെ എണ്ണമായ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇവയുടെ ശരാശരി കിട്ടും. 300നെ 5 കൊണ്ട് ഹരിച്ചാൽ 30 6 തവണ 60 വരും. 300നെ 5 കൊണ്ട് ഹരിച്ചാൽ 60. അപ്പോൾ ഈ 5 സംഖ്യകളിൽ മധ്യത്തിൽ വരുന്ന പദം സംഖ്യ 60 ആയിരിക്കും.
അതിന് ഇരുപുറവും ഈ രണ്ടെണ്ണം വീതമായിരിക്കും ഈ സംഖ്യകൾ വരിക. അപ്പോൾ 60നെ തുടർന്ന് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 61ഉം 62ഉം. അപ്പോൾ ഇക്കൂട്ടത്തിലെ വലിയ സംഖ്യ 62 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി 62. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? അപ്പോൾ ഇവിടെ 4 ജോഡി ഭിന്നസംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇവയുടെ തുക 1 വരാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്നും കൂട്ടി നോക്കാം. 2-ൽ 1 കൂടെ കൂട്ടണം. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാണെന്ന് നോക്കുക. ഛേദം തുല്യമാണെങ്കിൽ ഉത്തരത്തിൻ്റെ ഛേദവും അത് തന്നെ, തുകയുടെ ഛേദവും അത് തന്നെ. ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഒന്നും കൂടെ കൂട്ടിയാൽ 2. 2-ൽ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നോക്കുക, പൊതുവായ ഛേദം 3 ആണ്. അപ്പോൾ 3 ആണ് ഉത്തരത്തിൻ്റെ ഛേദം. അംശങ്ങൾ കൂട്ടുക, 2 1 3. ഇപ്പോഴും ഉത്തരം 1 വരും. അതേസമയം ഇവിടെ നോക്കുക, പൊതുവായ ഛേദം 11. 11 ഉത്തരത്തിൽ തുകയുടെ ഛേദം. 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9. 11-ൽ 9 വരുള്ളൂ. ഇത് 1 തുല്യമല്ല. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി 11-ൽ 5, 11-ൽ 4. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ഇവിടെ ഒരു ടാങ്കിൽ 36 ലിറ്റർ വെള്ളം കൊള്ളും. അതിൽ 20 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 4/3 ഭാഗമായി. അപ്പോൾ 20 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 4/3 ഭാഗമായെന്ന് പറഞ്ഞാൽ അപ്പോൾ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്കിൽ ആകെ എത്ര വെള്ളമായെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം 36ൻ്റെ 4/3 ഭാഗം കണ്ടാൽ ആകെയുള്ള വെള്ളത്തിൻ്റെ അളവ് 20 ലിറ്ററും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് കിട്ടും. അത് കാണാനായിട്ട് 36ൻ്റെ 4/3 ഭാഗം കാണുക. 36 ഗുണം 4/3. 4 കൊണ്ട് 36നെ ഹരിച്ചാൽ 9. 9 3 27. അപ്പോൾ 27 ലിറ്റർ വെള്ളമായി. 20 ലിറ്ററും കൂടെ ഒഴിച്ചപ്പോഴാണ് 4/3 ഭാഗം അഥവാ 27 ലിറ്റർ ആയത്. അപ്പോൾ ടാങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വെള്ളം എത്രയാണ്? അത് കിട്ടാനായിട്ട് ഇപ്പോഴുള്ള 27-ൽ നിന്നും നമ്മൾ ഒഴിച്ച 20 ലിറ്റർ കുറയ്ക്കുക. 27-ൽ നിന്ന് 20 കുറച്ചാൽ 7 ലിറ്റർ. അപ്പോൾ 7 ലിറ്റർ വെള്ളമേ ടാങ്കിൽ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ 20ഉം കൂടെ ചേർത്തപ്പോൾ 27 ലിറ്റർ, അതായത് ടാങ്കിൻ്റെ 3/4 ഭാഗമായി. ശരി ഉത്തരം ഓപ്ഷൻ എ 7 ലിറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? 5/3, 5/4, 5/5, 5/7. ഇതിൽ പൂർണ്ണവർഗം ഏതെന്ന് കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം 5ൻ്റെ പവറായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേ രീതിയിൽ കൃത്യങ്ക രൂപത്തിൽ നൽകിയിരിക്കുന്ന സംഖ്യകളെ പൂർണ്ണവർഗം കണ്ടുപിടിക്കാനായിട്ട് അതിലെ പവർ ഇരട്ടസംഖ്യ വരുന്നത് നോക്കിയാൽ മതി. ഇവിടെ നോക്കുക, 5ൻ്റെ പവർ ഇരട്ടസംഖ്യ വരുന്നത് ഈ 5/4 മാത്രമേ ഉള്ളൂ. 4 ഇരട്ടസംഖ്യയാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി 5/4 ഇതൊരു പൂർണ്ണവർഗമായിരിക്കും. പവർ ഇരട്ടസംഖ്യ വരുന്നത് മാത്രം നോക്കുക, അതാണ് പൂർണ്ണവർഗം. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? ഇവിടെ 1 കിലോ ആപ്പിളിന് 180 രൂപ വില, അതുപോലെ 1 കിലോ ഓറഞ്ചിന് 60 രൂപ. അപ്പോൾ 3 കിലോ ആപ്പിളിനും 4 കിലോ ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 1 കിലോ ആപ്പിളിൻ്റെ വില 180 ആണ്. 3 കിലോ ആപ്പിളിന് എത്ര രൂപ വിലയാകും? അത് കണ്ടുപിടിക്കാൻ 180 ഗുണം 3 കാണുക, 540 വരും. അതുപോലെ 1 കിലോ ഓറഞ്ചിന് 60 രൂപയാണ്. നമുക്ക് 4 കിലോ ഓറഞ്ചിൻ്റെ വില കാണണം. 60 ഗുണം 4 240. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 780 എന്ന് കിട്ടും. അപ്പോൾ ആകെ വേണ്ടത് 780 രൂപ. ശരി ഉത്തരം ഓപ്ഷൻ ബി 780. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനാര്? 63, 67, 71, 73. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഓപ്ഷൻ എ 63 ആണ്. കാരണം ഇത് ഒരു കോമ്പസിറ്റ് നമ്പറാണ്. ബാക്കി 3 എണ്ണവും പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. 67, 71, 73 ഇത് 3ഉം പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാണ്. എന്നാൽ 63 ഒരു പ്രൈം നമ്പർ അല്ല, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയല്ല. ഇത് 3ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഇതൊരു കോമ്പസിറ്റ് നമ്പറാണ്. വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ എ 63 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 63. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു.
എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ഒരു വരിയിൽ 50 കുട്ടികളുണ്ട്. ഈ 50 കുട്ടികളിൽ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 16ാമത് നിൽക്കുന്നയാളാണ് രാഹുൽ. അതുപോലെ പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 38ാമത് നിൽക്കുന്നയാളാണ് ഫാത്തിമ. അങ്ങനെയെങ്കിൽ ഈ ഫാത്തിമയ്ക്കും രാഹുലിനും ഇടയിലുള്ള ആളുകളുടെ എണ്ണം എത്രയെന്ന് കണ്ടുപിടിക്കണം. അവർക്ക് പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 38ാമതാണ് ഫാത്തിമ നിൽക്കുന്നത്. ആകെ 50 പേരാണല്ലോ ഉള്ളത്. അപ്പോൾ ഫാത്തിമയ്ക്ക് ശേഷം 12 പേരും കൂടെ ഈ ഭാഗത്തുണ്ടാവും. 12 പേരും കൂടെ, എന്നാലേ 38ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ ആകെ 50 ആളാകുള്ളൂ. അപ്പോൾ 12 പേരുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ 12 പേർക്ക് ശേഷം 13ാമത്തെ ആളാണ് ഫാത്തിമ. 13ാമത്തെ ആളാണ് ഫാത്തിമ. അപ്പോൾ 13ാമത്തെ ആൾ ഫാത്തിമയും 16ാമത്തെ ആൾ രാഹുലും. ഇവർക്കിടയിലുള്ള ആൾക്കാരുടെ എണ്ണമോ 14ാമത്തെ ആളും 15ാമത്തെ ആളും. അപ്പോൾ 2 പേരാണ് ഇവർക്കിടയിലുണ്ടാവുക. ശരിയുത്തരം ഓപ്ഷന് 2. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 14 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇത് ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ചോദ്യമായതുകൊണ്ട് നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി ഇവിടെയാണ് അയാളുടെ വീടെന്ന് കരുതുക. നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഇവിടെയാണ് വീടെന്ന് കരുതുക. അതിന് എന്ന് നമുക്ക് കൊടുക്കാം. അവിടുന്ന് 12 കിലോമീറ്റർ തെക്കോട്ട്, ഇപ്പോൾ താഴോട്ട് 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട്, അപ്പോൾ കിഴക്കോട്ട്, ഇതാണ് കിഴക്ക്, 7 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുമ്പോൾ തെക്ക് വശം തന്നെയാണ്. അപ്പോൾ തെക്കോട്ടാണ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. നോക്കുക, ഇപ്പോൾ തെക്കോട്ടാണ് അയാളുടെ ഡയറക്ഷൻ. അവിടെ തെക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലത്തോട്ട് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറോട്ട് വരും. അപ്പോൾ പടിഞ്ഞാറോട്ട് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ഇപ്പോഴത്തെ അയാളുടെ സ്ഥാനം ബി ആണ്. അപ്പോൾ ഈ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും ആ ഡയറക്ഷനുമാണ് നമുക്ക് വേണ്ടത്. നോക്കുക, ഇവിടെ 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇവിടെ 7 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയത് ഒരേ അളവ് തന്നെ ആയതുകൊണ്ട് ഈ എയിൽ നിന്നുള്ള ഇതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഈ ബിയും വരിക. ഈ ഇതേ ലൈനിൽ തന്നെയായിരിക്കും. അപ്പോൾ എയുടെ തെക്ക് വശമാണ് ബി. ഇനി എത്ര കിലോമീറ്റർ വരും? ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ദൂരവും 4 കിലോമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ 12ഉം 4ഉം 16 കിലോമീറ്റർ തെക്ക്. എയ്ക്ക് 16 കിലോമീറ്റർ തെക്കാണ് ഇപ്പോൾ ബി. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ, 16 കിലോമീറ്റർ തെക്ക്. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? അപ്പോൾ ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ വെയിറ്റ് അളന്നു. അപ്പോൾ കുട്ടികൾ എ, ബി, സി, ഡി, ഇ, ഈ 5 കുട്ടികളുടെ വെയിറ്റ് അളന്നു. അപ്പോൾ ബിയുടെ വെയിറ്റ് എയേക്കാളും ഡിയേക്കാളും കുറവാണെന്ന് നൽകിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് ഡിക്കാണ്. അപ്പോൾ ഡി ആണ് വെയിറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുകളിൽ വരുന്നയാൾ. ഇനി ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണെന്ന് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടിയ ഭാരമുള്ള ആൾ ഡി ആയതുകൊണ്ട് എ അതിന് തൊട്ട് പുറകിലായിരിക്കും വരിക. അതിനും താഴെയായിരിക്കും ബിയുടെ സ്ഥാനം. ഇപ്പോൾ നോക്കുക, ഏറ്റവും കൂടുതൽ ഭാരമുള്ളയാൾ ഡി ആണ്. ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവുമാണ്. അങ്ങനെ ക്രമത്തിനായി. ഇനി ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പോൾ ബിയേക്കാൾ കുറവുള്ള ഒരാളാണ് ഇ. അയാളെക്കാളും കുറവാണ് സിക്ക്. അപ്പോൾ ഈ ക്രമത്തിനായിരിക്കും വരിക. ഡി, എ, ബി, ഇ, സി, ഈ ക്രമമായിരിക്കും ഭാരത്തിൻ്റെ ക്രമം. അപ്പോൾ ഏറ്റവും കുറവ് ഭാരമുള്ളയാൾ സി ആണ്. ശരിയുത്തരം ഓപ്ഷൻ സി. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ 2 ആളുകൾ, സാബുവും ഷീലയും.
സാബു, ഷീല. ഇവരുടെ വയസ്സുകളുടെ കാര്യമാണ് പറയുന്നത്. ആദ്യം 5 വർഷം മുമ്പത്തെ വയസ്സുകളുടെ ബന്ധം നൽകിയിരിക്കുന്നു. 5 വർഷം മുമ്പ്. അപ്പോൾ 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറവ് വയസ്സുള്ളത് ഷീലയ്ക്കാണ്. അപ്പോൾ 5 വർഷം മുമ്പ് ഷീലയുടെ പ്രായം നമുക്ക് എക്സ് വർഷം എന്നെടുക്കാം. എക്സ് വയസ്സായിരുന്നു ഷീലയ്ക്കെന്ന് കരുതുക. അപ്പോൾ ഈ എക്സിൻ്റെ 3 മടങ്ങായിരിക്കും അന്നത്തെ സാബുവിൻ്റെ പ്രായം. എക്സിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x. ഇപ്പോൾ 2 പേർക്കും 5 വയസ്സ് വീതം കൂടും. അപ്പോൾ സാബുവിന് 3x + 5 ആവും, ഷീലയ്ക്ക് x + 5 ആവും. ഇവരുടെ 2 പേരുടെയും ഇപ്പോഴത്തെ പ്രായം, സാബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 3x + 5, ഷീലയുടെ ഇപ്പോഴത്തെ പ്രായം x + 5. ഇനി ഇപ്പോഴത്തെ പ്രായങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അതായത് 3x + 5 എന്ന് പറയുന്നത് x + 5നേക്കാൾ 12 കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ബന്ധം കിട്ടും. 3x + 5 = x + 5 + 12. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. 2 വശത്തും 5 കൂട്ടിയിരിക്കുന്നു, അതുകൊണ്ട് 5 ക്യാൻസൽ ചെയ്യാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എക്സിനെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 3x - x എന്നാവും, 12. 3xൽ നിന്ന് x കുറച്ചാൽ 2x. 2x 12 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 12/2 6 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 6. അപ്പോൾ ഷീലയ്ക്ക് 5 വർഷം മുമ്പ് 6 വയസ്സായിരുന്നു. ഇപ്പോൾ 6 + 5 11 വയസ്സുണ്ട്. അപ്പോൾ ഷീലയുടെ ഇപ്പോഴത്തെ പ്രായം 11 വയസ്സ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ABC 6, BCD 9 ആണെങ്കിൽ CDE ഡാഷ്. അപ്പോൾ ABC 6 എന്നും BCD 9 എന്നും എഴുതിയിട്ടുണ്ട്. അതേ രീതിയിലാണെങ്കിൽ CDE എത്ര വരണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ABC എങ്ങനെ 6 വരും? ഈ അക്ഷരങ്ങളുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്രമനമ്പർ ഒന്ന് നോക്കുക. A ഒന്നാമത്തെ അക്ഷരം, B രണ്ടാമത്തെ അക്ഷരം, C മൂന്നാമത്തെ അക്ഷരം. 1, 2, 3 ഈ 3 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും? 1 + 2 3, 3 + 3 6 കിട്ടും. അതുപോലെ ഇവിടെ നോക്കുക, ഇതേ ലോജിക്ക് തന്നെ നമുക്ക് നോക്കാം. B രണ്ടാമത്തെ അക്ഷരം, C മൂന്നാമത്തെ അക്ഷരം, D നാലാമത്തെ അക്ഷരം. 2, 3, 5, 5, 4, 9 വന്നു. അപ്പോൾ CDE എത്രയാണെന്നറിയാൻ ഇവയുടെ ക്രമനമ്പർ എഴുതി കൂട്ടിയാൽ മതി. C 3, D 4, E 5. 3, 4, 7, 7, 5, 12. അപ്പോൾ CDE 12 വരും. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് എന്താണ്? അപ്പോൾ ഇത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ളൊരു കോഡ് സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്ഷരമാല എന്ന് എഴുതുന്നത് സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ABCD ഇനി നമുക്ക് നോക്കാം. ലവിൻ്റെ കോഡ് നോക്കുക. ലവിന് കോഡ് NQXG എന്നാണ്. എല്ലിൻ്റെ സ്ഥാനത്ത് N വന്നിരിക്കുന്നു. നോക്കുക, എല്ലിന് ശേഷം രണ്ടാമത് വരുന്ന അക്ഷരമാണ് N. ഒയുടെ സ്ഥാനത്ത് Q, ഒയ്ക്ക് ശേഷം രണ്ടാമത് വരുന്ന അക്ഷരമാണ് Q. വിയുടെ സ്ഥാനത്ത് X വന്നു. വിക്ക് ശേഷം W ഒഴിവാക്കി അടുത്ത അക്ഷരമാണ് X. ഇയുടെ സ്ഥാനത്ത് G, ഇ കഴിഞ്ഞ് F ഒഴിവാക്കി ജിയിലെത്തി. അപ്പോൾ ഇതേ രീതിയിലാണെങ്കിൽ ഹെയ്റ്റിൻ്റെ കോഡ് കാണാൻ എന്ത് ചെയ്യണം? എച്ചിൻ്റെ സ്ഥാനത്ത് അതിന് ശേഷം വരുന്ന രണ്ടാമത്തെ അക്ഷരം എഴുതുക. അതായത് J കൊടുക്കുക. എയുടെ സ്ഥാനത്ത് C കൊടുക്കണം. ടിയുടെ സ്ഥാനത്തോ V വരണം. ഇയുടെ സ്ഥാനത്ത് G തന്നെ. അപ്പോൾ JCVG എന്നായിരിക്കും കോഡ്. JCVG. ശരി ഉത്തരം ഓപ്ഷൻ ഡി, JCVG. 1 - 2 ഗുണം 2 അധികം 2 സമം ഡാഷ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗുണനക്രിയ നടത്താം. ഗുണനക്രിയ നടത്തുമ്പോൾ 1 - 2 ഗുണം 2
ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നതിന് അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും എഴുതിയാൽ മതി. അപ്പോൾ 1 ഗുണം 1 1, 1/2 ഗുണം 2 4 പ്ലസ് 2 അപ്പോൾ ഇനി നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുന്നതായിരിക്കും സമയലാഭം. ആദ്യം ചെയ്യേണ്ടത് ഈ 1ഉം ഈ 2 കൂടെ കൂട്ടുക. 1ഉം 2 കൂടെ കൂട്ടിയാൽ 1.5, 1ഉം അരയും കൂടെ കൂട്ടിയാൽ 1.5. 1.5 നിന്ന് ഈ 4 4 കുറയ്ക്കുക. 1.5 നിന്ന് 4 കുറച്ചാൽ 1.25 വരും. അതായത് 1ഉം 4 ഇതിൻ്റെ ഉത്തരം വരേണ്ടത്. ശരി, ഉത്തരം ഓപ്ഷൻ എ. അപ്പോൾ ഈ രീതിയിൽ മനക്കണക്കായിട്ട് ചെയ്യുന്നതായിരിക്കും സൗകര്യം. അല്ലെങ്കിൽ നമുക്ക് ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായ രീതിയിൽ ചെയ്യാം. അപ്പോൾ സമയമെടുക്കും. നോക്കുക, 1ൽ നിന്നൊരു ഫ്രാക്ഷൻ കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഈ കുറയ്ക്കേണ്ട സംഖ്യയുടെ ഛേദത്തിൽ നിന്നും അംശം കുറച്ചാൽ മതി. കുറയ്ക്കേണ്ട സംഖ്യയുടെ ഛേദത്തിൽ നിന്നും അംശം കുറയ്ക്കുക. അപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചാൽ 3 അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് ഈ 4 തന്നെ. അപ്പോൾ 1ൽ നിന്ന് 4 കുറച്ചാൽ 4ൽ 3, 4ൽ 3 പ്ലസ് 2ൽ 1 അടുത്തത് കാണണം. അപ്പോൾ 4 3 2 കൂടെ കൂട്ടണമെങ്കിൽ ഛേദം തുല്യമാക്കണം. ഛേദം തുല്യമാക്കണമെങ്കിൽ ഈ 2നെ കൂടെ 4 മാറ്റണം. ഇവിടെ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4ൽ 3 പ്ലസ് 2 കൊണ്ട് അംശത്തിലും ഛേദത്തിലും ഗുണിക്കുന്നു, 4ൽ 2 എന്ന് വരും. അപ്പോൾ 4 3 4ൽ 2 കൂടെ കൂട്ടാനായിട്ട് ഛേദം തുല്യമായതുകൊണ്ട് ആ 4 തന്നെ ഛേദമായിട്ട് എഴുതുക. 3 2 കൂടെ കൂട്ടിയാൽ 5. അപ്പോൾ 5/4 എന്ന് വരും. ഇനി 5നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 4 4, ശിഷ്ടം 1. അപ്പോൾ ഹരണഫലമായ 1 പൂർണ്ണസംഖ്യാഭാഗവും ശിഷ്ടം 1 വരുന്നതുകൊണ്ട് 4ൽ 1 ഭിന്നസംഖ്യാഭാഗവും. അങ്ങനെയും 1ഉം 4ൽ 1 കിട്ടും. ഇതിൽ എളുപ്പം നമ്മൾ ആദ്യം പറഞ്ഞ് മനക്കണക്ക് ഇട്ട് ചെയ്യുന്നതാണ്. ഈ 1ഉം അരയും കൂടെ കൂട്ടുക. അപ്പോൾ 1.5ആയി. അതിൽ നിന്ന് 4 കുറയ്ക്കുക. 1.5ൽ നിന്ന് 4 കുറച്ചാൽ 1.25. ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഉത്തരം, എളുപ്പം. ശരി, ഉത്തരം ഓപ്ഷനെ 1ഉം 4ൽ 1. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? അപ്പോൾ ഇതും അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ശ്രേണിയാണ്. AZBYCXDW. അപ്പോൾ ABCD എന്നാണ് ആദ്യത്തെ അക്ഷരങ്ങളുടെ ക്രമം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ABCDE അടുത്ത് വരേണ്ടത് അപ്പോൾ E ആണ്. അപ്പോൾ അടുത്തത് E ആണ് വരേണ്ടത്. ഇനി അവസാന രണ്ടാമത്തെ അക്ഷരങ്ങൾ നോക്കുക. ZYXW. ഇത് അക്ഷരമാലയിലെ അവസാന അക്ഷരങ്ങളാണ്. അത് നമ്മൾ 5 എഴുതിയാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി, എയുടെ കൂടെ Z വന്നു, ബിയുടെ കൂടെ Y വന്നു, ഇങ്ങോട്ട് അപ്പുറത്തോട്ടാണ് പോരുന്നത്. അടുത്ത സിയുടെ കൂടെ X ആയി, ഡിയുടെ കൂടെ W വന്നു, അടുത്ത അപ്പോൾ ഇയുടെ കൂടെ വരേണ്ടത് V ആണ്. അപ്പോൾ EV ആണ് കറക്റ്റ് ഉത്തരം. ശരി, ഉത്തരം ഓപ്ഷൻ സി, EV. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. അപ്പോൾ ഇതിനെ അർത്ഥവത്തായി ക്രമീകരിക്കാൻ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ആദ്യം വേണ്ടത് നിരീക്ഷണമാണ്. അതിനുശേഷം താരതമ്യം, അതിനെ തുടർന്ന് വർഗീകരണം നടത്തണം. പിന്നെ അപഗ്രഥനവും നിഗമനവും. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തേതാണ് നിരീക്ഷണം. 3 ആദ്യം വരേണ്ടത്. അതിനുശേഷം താരതമ്യം 1 വരണം, പിന്നെ 2 വരണം. 3 1 2 ക്രമത്തിന് വേണം വരാൻ. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി.